ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ഒന്നാമത്തെ അധ്യായമാണ് ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട്. ഇതിൻ്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്നത് നെഹ്റുവിൻ്റെ കൃതിയായ ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്നതിലെ ഒരു ഭാഗമാണ്. മനുഷ്യരും മറ്റു ജീവികളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം മനുഷ്യരുടെ ബുദ്ധിശക്തിയാണെന്ന് കഴിഞ്ഞ കത്തിൽ കണ്ടുവല്ലോ. ബുദ്ധിശക്തി ഇല്ലായിരുന്നുവെങ്കിൽ വലിയ കാട്ടു ജന്തുക്കൾ മനുഷ്യരെ നശിപ്പിച്ചു കളയുമായിരുന്നു. ആദിമ മനുഷ്യർക്ക് തൻ്റെ ശത്രുക്കളോട് പൊരുതാൻ പ്രത്യേകം ആയുധങ്ങൾ ഉണ്ടായിരുന്നില്ല. അവയുടെ നേരെ കല്ലെറിയാൻ മാത്രമേ അവർക്ക് കഴിയുമായിരുന്നുള്ളൂ. പിന്നെ അവർ കല്ലുകൊണ്ട് മഴു, കുന്തം എന്നിവ പോലുള്ള ഉപകരണങ്ങളും സൂചികളും ഉണ്ടാക്കാൻ പഠിച്ചു. ഇത്തരത്തിലുള്ള അനേകം ശിലായുധങ്ങൾ സൗത്ത് കെൻസിംഗ്ടൺ, ലണ്ടൻ കാഴ്ച ബംഗ്ലാവിലും ജനീവയിലെ കാഴ്ച ബംഗ്ലാവിലും കാണുകയുണ്ടായല്ലോ. അപ്പോൾ പണ്ട് കാലത്തെ ആളുകളുടെ ആദിമ മനുഷ്യരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ കത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ കത്തിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം? കാട്ടുജന്തുക്കളിൽ നിന്ന് രക്ഷ നേടാൻ മനുഷ്യർ പണ്ട് ഉപയോഗിച്ച പ്രധാനപ്പെട്ട ഉപകരണങ്ങളായിരുന്നു കല്ലുകൊണ്ടുള്ള മഴു, കല്ലുകൊണ്ടുള്ള കുന്തം, കല്ലുകൊണ്ടുള്ള ചെറിയ സൂചികൾ. ഇതൊക്കെ മനുഷ്യർ ഉപയോഗിച്ചിരുന്നു. ഈ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ മനുഷ്യർ എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചിരുന്നത്? ഒന്നാമതായി കാട്ടുമൃഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ, മൃഗങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ അവരെ എറിഞ്ഞോടിക്കാനൊക്കെ ഇത് ഉപയോഗിച്ചു. രണ്ടാമതായി മൃഗങ്ങളെ വേട്ടയാടി പിടിക്കാൻ. മൂന്നാമതായി മരങ്ങളും ചെടികളുമൊക്കെ മുറിക്കാൻ. മറ്റൊന്ന് മൃഗത്തിൻ്റെ മാംസം മുറിക്കാൻ. മൃഗങ്ങളെ പിടിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ മാംസം മുറിക്കാനും കല്ലുകൊണ്ടുള്ള ആയുധങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. അടുത്ത പോയിന്റ്, മൃഗങ്ങളുടെ തോലുകളൊക്കെ വൃത്തിയാക്കാൻ, അവർക്ക് വസ്ത്രം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പിടിച്ച മൃഗങ്ങളുടെ തോലുകൾ വൃത്തിയാക്കാനും അവർ ഈ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, മനുഷ്യന്മാർ പണ്ട് കാലത്ത് നിർമ്മിച്ച ഉപകരണങ്ങൾ ശിലകൾ കൊണ്ടുള്ളവയായിരുന്നു. ശില എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ടുള്ളവയായിരുന്നു. പിന്നീടാണ് ഈ കല്ലിൻ്റെ സ്ഥാനത്ത് ലോഹങ്ങളൊക്കെ കടന്നു വരാൻ തുടങ്ങിയത്. വളരെ കാലം മനുഷ്യർ കല്ലുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും, ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ ഉണ്ടാക്കിയിരുന്നത്. ഇത്തരത്തിൽ മനുഷ്യർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ പുരാവസ്തു ഗവേഷകർ മാനവ ചരിത്രത്തെ അഥവാ മനുഷ്യ ചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. ആരാണ് തിരിച്ചത്? പുരാവസ്തു ഗവേഷകർ. ആരാണ് പുരാവസ്തു ഗവേഷകർ? പഴയ ചരിത്രത്തെക്കുറിച്ചും പഴയ സാധനങ്ങളെക്കുറിച്ചും പണ്ടുകാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഉപകരണങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്ന പണ്ഡിതന്മാരാണ് പഴയ വസ്തുക്കളൊക്കെ ഗവേഷണം നടത്തുന്നവരാണ് പുരാവസ്തു ഗവേഷകർ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ അവർ മനുഷ്യൻ്റെ ചരിത്രത്തെ വിവിധ കാലഘട്ടങ്ങളായി തിരിച്ചിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്ന വസ്തുക്കളുടെ അടിസ്ഥാനത്തിൽ. അപ്പോൾ ഒന്നാമത്തെ ഘട്ടം പ്രധാനമായും 2 ഘട്ടങ്ങളാണ്. ഒന്ന് ശിലായുഗം, മറ്റൊന്ന് ലോഹയുഗം. ശിലായുഗം തന്നെ വീണ്ടും 3 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ഇനി ലോഹയുഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ലോഹയുഗം പ്രധാനമായി 2ആയി തിരിച്ചിരിക്കുന്നു. ഒന്ന് വെങ്കല യുഗം, മറ്റൊന്ന് ഇരുമ്പ് യുഗം. ഇവയോരോന്നും എന്താണ്, ഈ കാലഘട്ടങ്ങളിലെ സവിശേഷതകൾ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ പാഠഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി ശിലായുഗം അഥവാ സ്റ്റോൺ ഏജ്. ശില എന്ന് പറഞ്ഞാൽ കല്ല്. അപ്പോൾ മാനവ ചരിത്രത്തിൻ്റെ അഥവാ മനുഷ്യൻ്റെ ചരിത്രത്തിൻ്റെ ആദ്യഘട്ടമാണ് ശിലായുഗം എന്ന് പറയുന്നത്. മനുഷ്യർ ഉപകരണങ്ങളും ആയുധങ്ങളും ഒക്കെ നിർമ്മിച്ചിരുന്നത് ശിലകൾ അഥവാ കല്ലുകൾ കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തെ ശിലായുഗം എന്ന് വിളിക്കുന്നത്. ഈ ശിലകൾ കൊണ്ടുള്ള അഥവാ കല്ലുകൾ കൊണ്ടുള്ള ഉപകരണങ്ങളുടെ നിർമ്മാണ രീതിയെ അടിസ്ഥാനമാക്കി ശിലായുഗത്തെ 3ആയി തിരിച്ചിട്ടുണ്ട്. ആ 3 വിഭാഗങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. ഇവയോരോന്നും എന്താണ് നമുക്ക് ഇനി പഠിക്കാം. എന്താണ് പ്രാചീന ശിലായുഗം അഥവാ പാലിയോലിത്തിക് ഏജ്? ഈ വാക്ക് രൂപം കൊണ്ടത്, പാലിയോലിത്തിക് എന്ന് പറയുന്ന വാക്ക് രൂപം കൊണ്ടത് പാലിയോസ് അതുപോലെ ലിത്തോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ്. പാലിയോസ് എന്ന വാക്കിൻ്റെ അർത്ഥം പ്രാചീനമെന്നും ലിത്തോസ് എന്ന് പറഞ്ഞാൽ ശില അഥവാ കല്ല് എന്നുമാണ് അർത്ഥം. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ ഉപയോഗിക്കുന്നത് പരുക്കൻ ശിലാ ഉപകരണങ്ങളായിരുന്നു. അഥവാ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കല്ലുകൾ അതേപോലെ പ്രത്യേകിച്ച് മിനുസപ്പെടുത്തൊന്നുമില്ല, ഭയങ്കര കട്ടിയുള്ള കല്ലുകൾ, പരുക്കനായ കല്ലുകളാണ്, പരുക്കൻ ശിലാ ഉപകരണങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. പ്രത്യേക മാറ്റങ്ങളൊന്നും അതിൽ വരുത്താറില്ല. അതാണ് പരുക്കൻ ശിലാ ഉപകരണങ്ങൾ. നമ്മളെ കോറിയിലെ കാണുന്ന കല്ലുകളൊക്കെ പരുക്കൻ ശിലാ ഉപകരണത്തിന് ഉദാഹരണമാണ്. ഇനി 3ാമത്തെ പോയിന്റ്, ആദിമ മനുഷ്യരുടെ ജീവിതവുമായി ഈ ഉപകരണ നിർമ്മാണത്തിന് വളരെയധികം ബന്ധമുണ്ട്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉപകരണ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതാണ്. അവരുടെ വേട്ടയാടലാണെങ്കിലും അവരുടെ കൃഷിയാണെങ്കിലും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടതാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞു ആദിമ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉപകരണ നിർമ്മാണത്തിന് വളരെയധികം ബന്ധമുണ്ട്. ഇത്തരത്തിൽ ഈ ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ 3 പ്രധാന ഘട്ടങ്ങൾ ഉണ്ടായിരുന്നതായി ആര് പറയുന്നുണ്ട്? പുരാവസ്തു ഗവേഷകർ പറയുന്നുണ്ട്. അത് ഏതൊക്കെയാണ് ആ 3 ഘട്ടങ്ങൾ? ഒന്നാമത്തെ ഘട്ടം പ്രയോജനപ്പെടുത്തൽ. അതെന്താണ്? ലഭ്യമായ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന, ഭൂമിയിൽ നിന്ന് കിട്ടുന്ന കല്ലുകളെ ഒരു മാറ്റവും വരുത്താതെ അതേപടി ഉപയോഗിക്കുന്ന രീതിയാണ് പ്രയോജനപ്പെടുത്തൽ. നമ്മളൊരു പട്ടിനെ എറിയാൻ വേണ്ടി ഒരു കല്ലെടുക്കുമ്പോൾ ആ കല്ല് അതേപോലെ ഉപയോഗിക്കണം, അതിലൊരു മാറ്റം വരുത്താറില്ല. അപ്പോൾ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന കല്ലുകൾ അതേപോലെ ഉപയോഗപ്പെടുന്ന ഘട്ടമാണ് പ്രയോജനപ്പെടുത്തൽ. രണ്ടാമത്തെ ഘട്ടം രൂപമാറ്റം വരുത്തൽ. ഭൂമിയിൽ നിന്ന് കിട്ടുന്ന കല്ലുകൾ എന്ത് ചെയ്യും? ആവശ്യത്തിനനുസരിച്ച് രൂപം മാറ്റം വരുത്തും. ചെറുതാക്കുകയോ വലുതാക്കുകയോ കൂർപ്പിക്കുകയോ അങ്ങനെ പലതരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ഘട്ടമാണ് രൂപമാറ്റം വരുത്തൽ എന്ന് പറയുന്ന രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത്തെ ഘട്ടം ക്രമവൽക്കരണമാണ്. ഓരോ ആവശ്യത്തിനും പ്രത്യേക തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന രീതിയാണ് ക്രമവൽക്കരണം. മൃഗങ്ങളെ പിടിക്കാൻ ഇന്ന കല്ലുകൾ, പിന്നെ തോല് വൃത്തിയാക്കാൻ ഇന്ന കല്ലുകൾ, മരം മുറിക്കാൻ ഈ കല്ലുകൾ, അങ്ങനെ ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങളെ വേർതിരിച്ച് ക്രമപ്പെടുത്തി വെക്കുന്നതാണ് ക്രമവൽക്കരണം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രാചീന ശിലായുഗത്തിലെ കുറച്ച് കല്ലുകൾ നോക്കാം. ഒന്നാമതായി ഉരുളൻ കല്ലുപകരണങ്ങൾ, രണ്ടാമത്തത് ദ്വിമുഖ മാതൃശിലാ ഉപകരണങ്ങൾ, മൂന്നാമത്തത് കൽച്ചീളുപകരണങ്ങൾ, നാലാമത്തത് വെട്ടിമുറിക്കാനുള്ള കല്ലുപകരണങ്ങൾ. മറ്റൊരു തരം ഉപകരണങ്ങളാണ് ബ്ലേഡ് സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ശിലാ ഉപകരണങ്ങൾ. അപ്പോൾ ഈ 5 തരം ഉപകരണങ്ങൾ കണ്ടിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് തോന്നുന്നത് എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ആ ചിത്രം കണ്ട ശേഷം നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇനി ഞാൻ പറയുന്നത്. ഒന്നാമതായി, ഉപകരണങ്ങൾക്കൊന്നും നിശ്ചിത ആകൃതി ഉണ്ടായിരുന്നില്ല. പല ഉപകരണങ്ങളും പല ആകൃതിയിലായിരുന്നു. രണ്ടാമത്തത്, ഉരുണ്ട കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. മറ്റൊരു പോയിന്റ്, ഇരുവശവും ഉപയോഗിക്കാൻ പറ്റുന്ന ദ്വിമുഖം, അതാണ് 2 മുഖവും ഉപയോഗിക്കാൻ പറ്റുന്ന ശിലാ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. മറ്റൊരു പോയിന്റ്, കൽച്ചീളുകൾ കൊണ്ട്, ചെറിയ കല്ലിന്റെ പൊട്ടുകൾ കൊണ്ട്, കൽച്ചീളുകൾ കൊണ്ട് ഉപകരണങ്ങൾ ഉണ്ടാക്കിയിരുന്നു. മറ്റൊന്ന്, വലുതും ചെറുതുമായ വലിയ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു, ചെറിയ ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, ഈ പ്രാചീന ശിലായുഗത്തിന്റെ അവസാനമൊക്കെ ആയ സമയത്ത് പിന്നീട് അന്നത്തെ ആളുകൾ എന്തുപയോഗിക്കാൻ തുടങ്ങി? മൃഗങ്ങളുടെയും ജീവികളുടെയൊക്കെ അസ്ഥികൾ ഉപയോഗിച്ചുകൊണ്ടും ആയുധങ്ങളൊക്കെ നിർമ്മിച്ചു തുടങ്ങിയിരുന്നു. അവർ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളുടെ അസ്ഥികൾ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് അവർ ഉപകരണങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയിരുന്നു. ഇനി പ്രധാനപ്പെട്ട 2 പോയിന്റുകളാണ്, എന്താണ് മാതൃശില, അതുപോലെ എന്താണ് കൽച്ചീളുകൾ. ഇത് സിമ്പിളായ ഒരു കാര്യമാണ്. നമുക്കൊരു വലിയ കല്ല് കിട്ടിയിട്ട് നമ്മൾ ആ കല്ല് പൊട്ടിച്ചു. ആ കല്ല് പൊട്ടിച്ചിട്ട് ആ കല്ലിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് മാതൃശില. ആ കല്ലിൻ്റെ ചെറിയ ഭാഗം, ചെറിയ ചീളുകളാണ് കൽച്ചീളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ വലിയ കല്ലുകൊണ്ട് നമ്മൾ ഉപകരണം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ മാതൃശില ഉപകരണങ്ങളെന്നും, ആ പൊട്ടിച്ച ചെറിയ ചീള് കൊണ്ട് നമ്മൾ ഉപകരണം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ കൽച്ചീൾ ഉപകരണങ്ങൾ എന്നും നമ്മൾ വിളിക്കുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് കുറച്ച് ഉപകരണങ്ങളാണ്. ഈ ഉപകരണങ്ങൾ കണ്ടിട്ട് നമുക്ക് എന്താണ് തോന്നുന്നത്? നമുക്ക് എന്താ തോന്നുന്നത്? ഒന്നാമതായി, മീൻ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളോട് നമുക്കൊരു സാദൃശ്യം തോന്നുന്നുണ്ട് അല്ലേ? കൊളുത്തുണ്ട്, കൂർപ്പുണ്ട്, ചൂണ്ടക്കൊളുത്ത് പോലെ ഇങ്ങനെ ചെറിയ കൊളുത്തുകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു പോയിന്റ്, ചില ഉപകരണങ്ങൾ കുന്തത്തിന്റെ ആകൃതിയിൽ കാണുന്നു, കൂർത്ത കുന്തത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പം മീനിനൊക്കെ എറിഞ്ഞു പിടിക്കാനൊക്കെ പറ്റുന്ന കുന്തത്തിന്റെ ആകൃതിയിൽ കാണുന്നുണ്ട്. മറ്റൊന്ന്, ചൂണ്ടക്കൊളുത്തുകൾ പോലെ തോന്നുന്നുണ്ട്. മറ്റൊരു ഉപകരണം പിന്നെ കത്തിയോട് സാദൃശ്യമുണ്ട്, നമ്മൾ മുറിക്കാനൊക്കെ ഉപയോഗിക്കുന്ന കത്തിയോട് സാദൃശ്യമുണ്ട്. ഇനി പറയുന്നത് പ്രാചീന മനുഷ്യരുടെ അഥവാ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ കലാസൃഷ്ടികളാണ്. അവരുടെ ചിത്രങ്ങൾ, പാറകളിൽ ചിത്രങ്ങൾ വരക്കാറുണ്ട്, ചില പ്രതിമകൾ, ശില്പങ്ങളൊക്കെ അവരുണ്ടാക്കാറുണ്ട്. അപ്പോൾ ഒന്നാമതായി, ഫ്രാൻസിലെ ഷോവ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ചിത്രം കാണുന്നുണ്ട്. ഫ്രാൻസിലെ ലാസ്കോ എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ചിത്രം കാണുന്നുണ്ട്. പിന്നെ റഷ്യയിലെ സരസ്ക് എന്ന് പറയുന്ന സ്ഥലത്ത് ആനക്കൊമ്പിൽ നിർമ്മിച്ച ശില്പമാണ് 3ാമത്തെ ചിത്രം. 4ാമത്തെയും 5ാമത്തെ ചിത്രങ്ങൾ ഫ്രാൻസിലെ കുസാക്ക് ഗുഹയിൽ അവർ ഇങ്ങനെ വരച്ച ചിത്രങ്ങളാണ്. കോറിയിട്ട എന്ന് പറഞ്ഞാൽ വരച്ച എന്നാണ് അർത്ഥം. അങ്ങനെ വരച്ച ചിത്രങ്ങളാണ്. അവസാനത്തെ ചിത്രം സ്പെയിനിലെ ലാഗർമ ഗുഹകളിൽ നിന്ന് കണ്ടെത്തിയ അസ്ഥികളിലെ കൊത്തുപണികൾ, അസ്ഥികൾ കൊത്തുപണി ചെയ്തതാണ് അവസാനത്തെ ചിത്രം. അപ്പം നമ്മൾ പ്രാചീന മനുഷ്യരുടെ അല്ലെങ്കിൽ പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യരുടെ കലാസൃഷ്ടികൾ നമ്മൾ കണ്ടു. അതിൽ നമുക്ക് എന്തെല്ലാം മനസ്സിലാക്കാം? അവരെന്ത് ചെയ്തിരുന്നു? ലളിതമായ ഒഴുക്കൻ വരകൾ വരച്ചിരുന്നു. അതുപോലെ പാറകളിലൊക്കെ ചിത്രങ്ങൾ കോറിയിട്ടിരുന്നു. പിന്നെ ശില്പങ്ങൾ ഉണ്ടാക്കിയിരുന്നു, അവർ വരച്ചിരുന്നു, പാറകളിൽ ചിത്രങ്ങൾ വരച്ചിരുന്നു, പിന്നെ ശില്പങ്ങൾ ഉണ്ടാക്കിയിരുന്നു.
ഇങ്ങനെയൊക്കെ ഈ ചിത്രങ്ങളുടെയൊക്കെ അവർ ആശയങ്ങൾ കൈമാറിയിരുന്നു, ആശയവിനിമയം നടത്തിയിരുന്നു. വേട്ടയാടൽ ചിത്രം കാണാൻ നമുക്ക് സാധിക്കും, അങ്ങനെ പല ചിത്രങ്ങൾ കാണാൻ സാധിക്കും. അതിൽ നിന്ന് മനസ്സിലായ മറ്റൊരു കാര്യമാണ്, മൃഗങ്ങളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഷോവെ, ലാസ്കോ ഗുഹകളിലൊക്കെ മൃഗങ്ങളുടെ ചിത്രങ്ങൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ കുസാക്ക് ഗുഹയിൽ മൃഗത്തിൻ്റെയും സ്ത്രീയുടെയും രൂപം കാണുന്നുണ്ട്. അതുപോലെ വീനസ് പ്രതിമ, റഷ്യയിലെ സറസ്കിൽ കാണുന്നത് ഒരു വീനസ് പ്രതിമയാണ്, അതും കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് ഇതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാവാം, ഇതൊക്കെ മതവുമായി ബന്ധപ്പെട്ട, അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എന്തെങ്കിലും അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടതോ വിശ്വാസവുമായി ബന്ധപ്പെട്ടതൊക്കെ ആവാം ഈ ചിത്രങ്ങളും ഈ പ്രതിമകളൊക്കെ നമുക്ക് ഊഹിക്കാം. ഇനി മൂന്നാമത്തെ പോയിന്റാണ്, സ്പെയിനിലെ ലാഗർമ ഗുഹയിൽ കാണുന്ന അസ്ഥികളിലെ കൊത്തുപണികൾ എന്തിനുദാഹരണമാണ്? മനുഷ്യരുടെ കലാവൈദഗ്ധ്യത്തിന്. മനുഷ്യന് നല്ല കൊത്തുപണികൾ ചെയ്യാൻ ശേഷിയുണ്ടായിരുന്നു, അതിനുള്ള കഴിവുണ്ടായിരുന്നു എന്നതിനുള്ള ഉദാഹരണമാണ് സ്പെയിനിലെ ലാഗർമ ഗുഹയിലെ ആ അസ്ഥികളിലെ കൊത്തുപണികൾ. ഇനി ഗുഹാചിത്രങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, ഗുഹാചിത്രങ്ങൾ വരയ്ക്കാൻ വിവിധ നിറങ്ങളൊക്കെ അവർ ഉപയോഗിച്ചു, പലതരത്തിലുള്ള നിറങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവർ ചിത്രങ്ങൾ വരച്ചിരുന്നു. മറ്റൊരു പോയിന്റ്, ചെടികൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ മരത്തിൻ്റെ തോല്, കായ്കൾ എന്നിവ അരച്ച് പിന്നെ അതിൽ ചെങ്കൽപ്പൊടി, ചുവന്ന കല്ലിൻ്റെ പൊടി ചേർത്ത് നിറങ്ങളൊക്കെ അവരുണ്ടാക്കിയിരുന്നു. ചെടികളും മരത്തിൻ്റെ തോലും കായ്കളും അതിൻ്റെ കൂടെ ചെമ്മണ്ണ് അല്ലെങ്കിൽ ചെങ്കല്ല് ചുവന്ന കല്ല് പൊടിച്ചതിൻ്റെ പൊടിയൊക്കെ ചേർത്ത് പല നിറങ്ങൾ അവരുണ്ടാക്കിയിരുന്നു. അതുപോലെ അവർ വലിയ ഗുഹകളുടെ, സൂര്യപ്രകാശമൊന്നും എത്താത്ത വലിയ ഗുഹകളുടെ ഉള്ളിലുള്ള ചുമരുകൾ, ഉൾഭിത്തികളിലും അതുപോലെ ഗുഹകളുടെ മുകൾ ഭിത്തികളിലും ഗുഹയുടെ മേൽഭാഗത്തൊക്കെ അവർ ചിത്രങ്ങൾ വരച്ചിരുന്നു. ഇനി എന്തുകൊണ്ടാണ് ചിത്രം വരച്ചിരുന്നത്? ചിത്രം വരയ്ക്കാൻ അവർ കല്ലുകൊണ്ടുള്ള കൽസൂചികളും അതുപോലെ മുനയുള്ള മറ്റ് ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഈ ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം? പ്രാചീന ശിലായുഗ മനുഷ്യൻ നേടിയ വിജ്ഞാനത്തിൻ്റെ വികാസം അല്ലെങ്കിൽ വൈജ്ഞാനിക പുരോഗതിയുടെയും സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെയും, സാങ്കേതിക വൈദഗ്ധ്യം എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവാണ് സാങ്കേതിക വിദ്യ. അപ്പോൾ അതിൻ്റെയൊക്കെ തെളിവാണ് ഇത്തരം ചിത്രങ്ങളും ശില്പങ്ങളും ഒക്കെ. അപ്പോൾ നമ്മൾ പ്രാചീന മനുഷ്യരുടെ ചിത്രങ്ങൾ കണ്ടു, ഉപകരണങ്ങൾ കണ്ടു. അപ്പോൾ ഈ ഉപകരണങ്ങളും ചിത്രങ്ങളും ഒക്കെ കണ്ടിട്ട് നമുക്ക് അവരുടെ ജീവിതത്തെക്കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമതായി അവരെന്തുപയോഗിച്ചിരുന്നു? പരുക്കൻ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. രണ്ടാമതായി അവർ താമസിച്ചിരുന്നത് എവിടെയായിരുന്നു? ഗുഹകളിൽ താമസിച്ചിരുന്നു. ഒഴിഞ്ഞു കിടക്കുന്ന തുറസ്സായ സ്ഥലങ്ങളിലും അവർ താമസിച്ചിരുന്നു. പിന്നെ അവരുടെ തൊഴിലെന്തായിരുന്നു? വേട്ടയാടലും അതുപോലെ ഭക്ഷണം ശേഖരണമൊക്കെ ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ജീവിത മാർഗങ്ങൾ. വേട്ടയാടി മൃഗങ്ങളെ പിടിക്കുക, അതിന് കഴിക്കുക, പിന്നെ മറ്റുള്ള പഴങ്ങളും ഇലകളൊക്കെ ശേഖരിച്ച് അത് കഴിക്കുക, അങ്ങനെയുള്ളതായിരുന്നു അവരുടെ ഉപജീവന മാർഗം, ജീവിക്കാനുള്ള മാർഗങ്ങൾ. മറ്റൊരു പോയിന്റ്, ബാൻഡുകൾ അഥവാ പറ്റങ്ങളായിരുന്നു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം. എന്താ ബാൻഡ് എന്ന് പറഞ്ഞാൽ, പറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ 100-ൽ താഴെ അംഗങ്ങൾ ഉൾപ്പെടുന്ന 100-ൽ താഴെ അംഗങ്ങളുള്ള ഒരു ചെറിയ സമൂഹമാണ് ബാൻഡുകൾ. ഇതിലെ അംഗങ്ങൾ തമ്മിൽ എന്തുണ്ടാവും? പരസ്പരം കുടുംബക്കാരായിരിക്കും, രക്തബന്ധമുള്ള ആളുകളായിരിക്കും. മറ്റൊരു പോയിന്റാണ്, പ്രാചീന ശിലായുഗത്തിൽ മനുഷ്യന്മാരെന്തായിരുന്നു? പുരുഷന്മാർ വേട്ടയാടലിലും സ്ത്രീകൾ ശേഖരണത്തിലും പിന്നെ ഭക്ഷണവും മറ്റും ശേഖരിക്കാനൊക്കെ അവർ ഏർപ്പെട്ടിരുന്നു. മറ്റൊരു പോയിന്റ്, അവർ ഭക്ഷണം പിന്നേക്ക് വേണ്ടി സംഭരിച്ച് വെക്കൊന്നും ചെയ്യില്ല. കിട്ടുന്ന ഭക്ഷണം അപ്പം കഴിക്കുക എന്നുള്ളതല്ലാതെ ഭക്ഷണം സംഭരിച്ച് വെച്ചിരുന്നില്ല. മാത്രമല്ല, പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റാണ്, അവർ നാടോടി ജീവിതമാണ് നയിച്ചിരുന്നത്. ഒരു പ്രദേശത്ത് അവർ സ്ഥിരമായി താമസിക്കുന്നില്ല. ഒരു പ്രദേശത്ത് കുറച്ചു നേരം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് മാറി താമസിച്ച് അവിടുന്ന് അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഇങ്ങനെ നടക്കും. അങ്ങനെ നടക്കുന്ന സമയത്ത് നാട്ടിലൂടെ അങ്ങനെ പല സ്ഥലങ്ങളിലൂടെ അങ്ങനെ പോകും, അവിടെ നിന്നുള്ള മൃഗങ്ങളെ പിടിക്കും, അവിടെ നിന്നുള്ള ഭക്ഷണം കഴിക്കും. അങ്ങനെ സ്ഥിരമായ ഒരു വീടോ ഗുഹയോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഇനി നമ്മൾ നോക്കുന്നത് കുറച്ച് പ്രാചീന ശിലായുഗ കേന്ദ്രങ്ങൾ നമ്മൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പണ്ട് കാലത്ത് മനുഷ്യർ താമസിക്കുന്ന കുറേ സ്ഥലങ്ങൾ നമ്മൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, അത് ഏത് രാജ്യത്താണ്, അതിൻ്റെ സവിശേഷത എന്തൊക്കെയാണ് പറയാൻ പോകുന്നത്. ഇതിൻ്റെ ഈ സ്ഥലങ്ങൾ അടയാളപ്പെടുത്തിയ മാപ്പ് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇനി ഒന്നാമത്തെ കേന്ദ്രമാണ് സറസ്ക്. ഈ സറസ്കിൻ്റെ സവിശേഷത, അവിടെ ആണ് വീനസ് പ്രതിമ സ്ഥിതി ചെയ്യുന്നത്, അത് റഷ്യയിലാണ്. കുസാകു ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഫ്രാൻസിലാണ്. അവിടുത്തെ പ്രത്യേകത എന്താണ്? മൃഗത്തിൻ്റെയും സ്ത്രീയുടെയും കോറിയിട്ട രൂപം. കോറിയിടുക എന്ന് പറഞ്ഞാൽ വരച്ച അല്ലെങ്കിൽ കൊത്തിവെച്ച രൂപം എന്നാണ് അർത്ഥം. മൂന്നാമത്തെ ഒരു കേന്ദ്രമാണ് ഷോവെ ഗുഹ. ഇത് ഫ്രാൻസിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എന്ത് കാണാം? മൃഗങ്ങളുടെ ചിത്രങ്ങൾ കാണാം. മറ്റൊന്നാണ് ലാസ്കോ ഗുഹ. ഇതും ഫ്രാൻസിലാണ്. ഇവിടെയും മൃഗങ്ങളുടെ ചിത്രങ്ങളാണുള്ളത്.
മറ്റൊന്ന് ലാഗർമ ഗുഹ. ഇത് സ്പെയിനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് എന്ത് കാണുന്നത്? അസ്ഥികളിലെ കൊത്തുപണികൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്ഥാനം നിങ്ങൾ മാപ്പിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ ശിലായുഗത്തെ കുറേയായി തരംതിരിച്ചെന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പോൾ അതിൽ രണ്ടാമത്തതാണ് പ്രാചീന ശിലായുഗം നമ്മൾ പഠിച്ചു. ഇനി രണ്ടാമത്തെ ശിലായുഗമാണ് മധ്യശിലായുഗം. മധ്യശിലായുഗത്തിന് ഈ വാക്ക് ഇംഗ്ലീഷിൽ മെസോലിത്തിക് ഏജ് എന്നാണ് പറയുക. അപ്പോൾ ഈ വാക്ക് രൂപം കൊണ്ടത് ഏത് വാക്കെന്നാണ്? മെസോസ്, ലിത്തോസ് എന്നീ ഗ്രീക്ക് പദങ്ങളിൽ നിന്നാണ് ഇതുണ്ടായത്. മെസോസ് എന്ന് പറഞ്ഞാൽ മദ്യം എന്നാണ് അർത്ഥം, മധ്യഭാഗത്ത് എന്നാണ് അർത്ഥം. ലിത്തോസ് എന്ന് പറഞ്ഞാൽ ശില അല്ലെങ്കിൽ കല്ല് എന്നാണ് അർത്ഥം. അപ്പോൾ മെസോസ്, ലിത്തോസ് എന്ന പദത്തിൽ നിന്നാണ് മെസോലിത്തിക് എന്നുള്ള പദം രൂപം കൊണ്ടത്. ഈ കാലഘട്ടത്തെ നമുക്ക് എന്ത് വിളിക്കാം? പ്രാചീന ശിലായുഗത്തിനും നവീന ശിലായുഗത്തിനും ഇടയിലുള്ള കാലഘട്ടമാണ് മധ്യശിലായുഗം. അതുപോലെ പ്രാചീന ശിലായുഗത്തിൽ നിന്നും നവീന ശിലായുഗത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലഘട്ടമാണ് മധ്യശിലായുഗം എന്ന് നമുക്ക് വിളിക്കാം. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് നമുക്ക് ഇങ്ങനെ നോക്കാം. അടുത്തൊരു പോയിന്റാണ്, പ്രാചീന ശിലായുഗത്തിലെ മനുഷ്യർ ഉപയോഗിച്ചതിനേക്കാൾ കുറച്ചും കൂടി ചെറിയ ഉപകരണങ്ങളാണ് മധ്യശിലായുഗത്തിൽ ഉപയോഗിച്ചത്. പ്രാചീന ശിലായുഗത്തിൽ ഞാൻ പറഞ്ഞു പരുക്കൻ കല്ലുകളായിരുന്നു, വലിയ കല്ലുകളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ മധ്യശിലായുഗത്തിൽ എത്തിയപ്പോഴേക്കും കുറച്ച് ചെറിയ ഉപകരണങ്ങളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അടുത്തൊരു പോയിന്റാണ് മൈക്രോലിത്തുകൾ. സൂക്ഷ്മ ശിലകൾ ഉപയോഗിച്ച് കുറച്ചും കൂടി ഈ ചെറിയ ഉപകരണങ്ങൾക്കാണ് മൈക്രോലിത്തുകൾ എന്ന് വിളിക്കുക. അങ്ങനെയുള്ള ചെറിയ ശിലകൾ സൂക്ഷ്മ ശിലകൾ, ചെറിയ കല്ലുകൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഇനി ഇന്ത്യയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യം മനുഷ്യരൊക്കെ ആശയവിനിമയമൊക്കെ കുറച്ചും കൂടി ശക്തമാകുന്നത് ഏത് കാലഘട്ടത്തിലാണ്? മധ്യശിലായുഗത്തിലാണ്, ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഇന്ത്യയിലെ മധ്യപ്രദേശിലെ ഭിംബേഡ്ക, ലക്ജവോർ, കദോട്ടിയ എന്നീ ഗുഹകളിലൊക്കെ കാണുന്ന കലാസൃഷ്ടികൾ പണ്ടത്തെ മനുഷ്യൻ്റെ ജീവിത രീതികളൊക്കെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ കാണുന്ന മധ്യശിലായുഗവുമായി ബന്ധപ്പെട്ട കുറച്ച് ചിത്രങ്ങളാണ് സ്ക്രീനിൽ കാണുന്നത്. ഭിംബേഡ്കയിലും ലക്ജവോറിലും ഭിംബേഡ്കയിലും ഒക്കെ കാണുന്ന പലതരം ചിത്രങ്ങളാണിത്. ഇതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒന്ന്, വേട്ടയാടൽ കാണുന്നുണ്ട്, മീൻപിടുത്തവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ കാണുന്നുണ്ട്, അതുപോലെ മൃഗങ്ങളെ കാണുന്നുണ്ട്, അതുപോലെ കൂട്ടമായി ചില സ്ത്രീകളൊക്കെ ഇങ്ങനെ പോകുന്നത് കാണുന്നുണ്ട്, നൃത്തമോ അല്ലെങ്കിൽ നടത്തമൊക്കെ ഡാൻസ് ചെയ്യാന്നൊക്കെ തോന്നുന്ന തരത്തിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആ ചിത്രത്തിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ നമുക്ക് മധ്യശിലായുഗത്തിൻ്റെ സവിശേഷതകളായി ഉൾപ്പെടുത്താം. ഒന്നാമതായി സൂക്ഷ്മശിലായുധങ്ങൾ അഥവാ മൈക്രോലിത്തുകൾ, ചെറിയ കല്ലുകൊണ്ടുള്ള ഉപകരണങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. പിന്നെ അവരുടെ ഉപജീവന മാർഗങ്ങൾ എന്തൊക്കെയായിരുന്നു? വേട്ടയാടൽ, അതുപോലെ ശേഖരണം, ഭക്ഷണം ശേഖരിക്കൽ, അതുപോലെ മീൻപിടുത്തം. അതിന് ചിത്രം നമ്മളവിടെ കണ്ടു, മീൻപിടുത്തത്തിൻ്റെ ചിത്രം കണ്ടു. അതുപോലെ മൃഗങ്ങളെ നമ്മൾ കണ്ടു ചിത്രത്തിൽ. അപ്പോൾ മൃഗങ്ങളെ അവർ ഇണക്കി വളർത്തിയിരുന്നു. അതുപോലെ നൃത്തം പോലെയുള്ള വിനോദങ്ങളിൽ അവർ ഏർപ്പെട്ടിരുന്നു, സംഘനൃത്തം പോലെയുള്ള വിനോദങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ ആ ചിത്രം നോക്കിയാൽ നമുക്ക് അങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. നൃത്തം ചെയ്യുന്ന ആ ചിത്രം അങ്ങനെയാണ്, ഒരുപാട് ആളുകൾ ഒരുമിച്ച് നൃത്തം ചെയ്യുന്ന പോലെയാണ് അവസാനത്തെ ചിത്രം കാണുന്നത്. അപ്പോൾ നൃത്തം പോലെയുള്ള വിനോദങ്ങളിലൊക്കെ അവർ ഏർപ്പെട്ടിരുന്നു. മറ്റൊന്ന് ലിംഗാടിസ്ഥാനത്തിൽ സ്ത്രീ പുരുഷ, അതാണ് ലിംഗാടിസ്ഥാനം എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള തൊഴിൽ വിഭജനം, ഓരോ തൊഴിൽ സ്ത്രീകൾക്ക് വേറെയും പുരുഷന്മാർക്ക് വേറെയും അങ്ങനെ തൊഴിൽ വിഭജനമൊക്കെ മധ്യശിലായുഗത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇനി പ്രധാനപ്പെട്ട കുറച്ച് മധ്യശിലായുഗ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് സ്റ്റാർക്കാർ, ഇംഗ്ലണ്ടിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മറ്റൊന്ന് ഫാഹിയാൻ ഗുഹ, അത് ശ്രീലങ്കയിലാണ്. മറ്റൊന്ന് സരേനഹറായ്, ഇത് ഉത്തർപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ സ്റ്റാർക്കാർ, ഇംഗ്ലണ്ടിലെ സ്റ്റാർക്കാറിൻ്റെ പ്രത്യേകത, ഇവിടെ ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. ജീവനുള്ളവ വസിച്ചിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്ന ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുകൂടാതെ ശിലകൾ കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഒരുപാട് ഉപകരണങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. മാത്രമല്ല ആദ്യകാല മനുഷ്യർ മരം കൊണ്ട് പല പണികളും ചെയ്തിരുന്നു എന്നുള്ള മരപ്പണിയുടെ തെളിവുകളും നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്, ഈ ഇംഗ്ലണ്ടിലെ സ്റ്റാർക്കാർ എന്ന് പറയുന്ന മധ്യശിലായുഗ കേന്ദ്രങ്ങളിൽ നിന്ന്. അപ്പോൾ നമ്മൾ പ്രാചീന ശിലായുഗം പറഞ്ഞു, മധ്യശിലായുഗം പറഞ്ഞു. ഇനി പറയാനുള്ളത് ഏതാണ്? നവീന ശിലായുഗം അഥവാ നിയോലിത്തിക് ഏജ്. എങ്ങനെയാണ് ഈ വാക്ക് രൂപം കൊണ്ടത്? നിയോസ്, ലിത്തോസ് എന്നീ പദങ്ങളിൽ നിന്നാണ് ഇത് രൂപം കൊണ്ടത്. നിയോസ് എന്ന് പറഞ്ഞാൽ നവീനം അഥവാ പുതിയത് എന്നാണ് അർത്ഥം. ലിത്തോസ് എന്ന് പറഞ്ഞാൽ ശില എന്നുമാണ് അർത്ഥം. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, ധാരാളം മാറ്റങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടമാണ് നവീന ശിലായുഗം. ഈ നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ട് ഒരു കൃതി എഴുതിയ ആളാണ് ഗോർഡൻ ചൈൽഡ് എന്ന് പറയുന്ന ഗവേഷകൻ. അദ്ദേഹത്തിൻ്റെ കൃതിയുടെ പേരാണ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു, മാൻ മേക്സ് ഹിംസെൽഫ്. ഇദ്ദേഹത്തിൻ്റെ ഈ മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു എന്ന് പറയുന്ന കൃതിയിൽ ഇദ്ദേഹം നവീന ശിലായുഗവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്.
അപ്പോൾ അന്ന് നവീന ശിലായുഗത്തിലെ ആളുകൾ എന്ത് തുടങ്ങി? കൃഷി ആരംഭിക്കാൻ തുടങ്ങി, അതുപോലെ മൃഗങ്ങളെ ധാരാളമായി ഇണക്കി വളർത്താൻ തുടങ്ങിയൊക്കെ ചെയ്തു. അങ്ങനെ ഞാൻ പറഞ്ഞു നവീന ശിലായുഗത്തിലെ ആളുകൾ കൃഷി ആരംഭിച്ചിരുന്നു. അപ്പോൾ അന്ന് കൃഷിയുടെ കാര്യത്തിൽ നല്ല ഫലഭൂയിഷ്ടമായ ഒരു പ്രദേശമുണ്ടായിരുന്നു നവീന ശിലായുഗത്തിൽ. ആ പ്രദേശത്തെ പറയുന്ന പേരാണ് ഫലഭൂയിഷ്ടമായ ചന്ദ്രക്കല. ഫെർട്ടൈൽ ക്രസന്റ് എന്ന് പറയുന്നതാണ് ആ പ്രദേശം. ആ പ്രദേശത്തിൽ ഇന്നത്തെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഉൾപ്പെടുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇറാഖ്, സിറിയ, ലെബനോൻ, ഇസ്രായേൽ, പലസ്തീൻ, ജോർദാൻ, ഈജിപ്ത് എന്നീ ഭാഗങ്ങളിലായിരുന്നു പിന്നെ നവീന ശിലായുഗ മനുഷ്യർ വ്യാപകമായി കൃഷി ചെയ്തിരുന്നത്. കാരണം ഈ പ്രദേശം എന്ത് പ്രദേശമാണ്? ഫലഭൂയിഷ്ടമായ നല്ല വളക്കൂറുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ എന്ത് വിളിക്കാറുണ്ട്? ഫലഭൂയിഷ്ടമായ ചന്ദ്രക്കല, ഫെർട്ടൈൽ ക്രസന്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടൊരു മാപ്പ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി മനുഷ്യർ നവീന ശിലായുഗത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? കൃഷി ആരംഭിക്കാൻ തുടങ്ങി, മൃഗങ്ങളെ ധാരാളമായി ഇണക്കി വളർത്താൻ തുടങ്ങിയൊക്കെ ചെയ്തു. അങ്ങനെ മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി ആരംഭിക്കുവാനും മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്തുകൊണ്ടാണ് മനുഷ്യർ കൃഷിയും മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്താൻ തുടങ്ങിയത്? ഒന്നാമത്തെ കാരണം ജനസംഖ്യ വർധന. മനുഷ്യന്മാരുടെ ജനസംഖ്യ നവീന ശിലായുഗത്തിൽ കൂടാൻ തുടങ്ങി. രണ്ടാമത്തെ കാരണം മനുഷ്യൻ അധിവസിക്കുന്ന കേന്ദ്രങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകാൻ തുടങ്ങി. മനുഷ്യൻ താമസിക്കുന്ന സ്ഥലങ്ങളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകാൻ തുടങ്ങി. മൂന്നാമതായി സങ്കീർണമായ സാമൂഹിക സംഘടന. സമൂഹത്തിലെ ആളുകളുടെ ജീവിത രീതി കുറച്ച് പ്രയാസമാകാൻ തുടങ്ങി. നാലാമതായി ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവ്. ഭക്ഷണ സാധനങ്ങളൊക്കെ ലഭിക്കൽ കുറയാൻ തുടങ്ങി. സാധനങ്ങളൊക്കെ കുറയാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? കൃഷി ആരംഭിച്ചു. മറ്റൊരു പോയിന്റ് സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം. അവരുടെ ഉപകരണങ്ങൾ എന്താവാൻ തുടങ്ങി? ഞാൻ പറഞ്ഞു ആദ്യകാലത്തുള്ള കല്ലുപകരണങ്ങളൊക്കെ മാറി മാറി കുറച്ചും കൂടി നല്ല കല്ലുപകരണങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ കുറച്ചും കൂടി പെട്ടെന്ന് മണ്ണ് കിളക്കാനൊക്കെ പറ്റാൻ തുടങ്ങി. അപ്പോൾ സാങ്കേതിക വിദ്യയിൽ വന്ന ഈ മാറ്റം അപ്പോൾ കൃഷിക്ക് വളരെയധികം സഹായകമായി. കൂർത്ത കല്ലൊക്കെ വന്നപ്പോൾ എന്ത് ചെയ്യാൻ പറ്റി? കുഴി കുത്താനും കൃഷി ചെയ്യാനൊക്കെ വളരെ ഉപകാരം വന്നു. ഇനി അന്നത്തെ കുറച്ച് ഉപകരണങ്ങളാണ് നമുക്ക് സ്ക്രീനിൽ കാണുന്നത്. കല്ലുകൊണ്ടുള്ള ശിലാ ഉപകരണങ്ങളാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്തൊക്കെ നമുക്ക് ആ ചിത്രം കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഒന്ന്, കുറച്ച് മിനുസമുള്ളത് പോലെ തോന്നുന്നുണ്ട്. കുറച്ച് മിനുസമുള്ള ഉപകരണങ്ങളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ കൂർപ്പ് കൂടുതലുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. ചില ഉപകരണങ്ങൾക്ക് എന്ത് കാണുന്നുണ്ട്? തുളകൾ കാണുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ വിരലൊക്കെ ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ നല്ല രീതിയിൽ യൂസ് ചെയ്യാം. മറ്റൊന്ന് അരക്കല്ല് പോലുള്ള അരക്കല്ല് പോലെയുള്ള കല്ലുകളൊക്കെ ഇതിൽ കാണുന്നുണ്ട്. പിന്നെ മൂർച്ചയുള്ളത് പോലെ തോന്നുന്ന കൂർത്ത വശങ്ങളൊക്കെ നല്ല മൂർച്ചയുള്ള കത്തിയെ പോലെ തോന്നുന്ന ഉപകരണങ്ങളൊക്കെ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചിത്രം കണ്ടിട്ട് മനസ്സിലാക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു നവീന ശിലായുഗത്തെ കുറിച്ച് കൂടുതൽ പഠിച്ച ഒരു പണ്ഡിതനാണ് അല്ലെങ്കിൽ ഗവേഷകനാണ് ആര്? ഗോർഡൻ ചൈൽഡ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേരാണ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് നവീന ശിലായുഗത്തിലെ മാറ്റങ്ങളൊക്കെ അദ്ദേഹം എന്താണ് വിളിക്കുന്നത്? നവീന ശിലായുഗ വിപ്ലവം, നിയോലിത്തിക് റവല്യൂഷൻ എന്ന് അദ്ദേഹം വിളിക്കുന്നുണ്ട്. നവീന ശിലായുഗത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായി. ആ മാറ്റങ്ങൾ ഇദ്ദേഹം എന്ത് വിളിച്ചു? നവീന ശിലായുഗ വിപ്ലവം അഥവാ നിയോലിത്തിക് റവല്യൂഷൻ. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ വിളിക്കാൻ കാരണം? അതിൻ്റെ കാരണങ്ങളാണ് ഓരോന്നോരോന്നായി ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാരണം നവീന ശിലായുഗത്തിലെ ഈ നല്ല ഉപകരണങ്ങൾ കൃഷിക്കും മരം മുറിക്കാനും മണ്ണ് ഉഴുതുമറിക്കാനും ഒക്കെ സഹായിച്ചു. കാരണം ഉപകരണങ്ങൾ എന്താണ്? കൂർത്തതാണ്, അങ്ങനെ പല മെച്ചങ്ങളുള്ളതാണ്, മിനുസമുള്ളതാണ്, മൂർച്ചയുള്ളതാണ്. അപ്പോൾ അതൊക്കെ കൃഷിക്ക് സഹായിച്ചു. രണ്ടാമതായി കൃഷി, കന്നുകാലി വളർത്തൽ എന്നിവയിലൂടെ ഭക്ഷ്യോൽപ്പന്നങ്ങളിൽ സ്ഥിരമായ ലഭ്യതയുണ്ടായി. കൃഷിയിലൂടെയും കന്നുകാലി വളർത്തലിലൂടെയൊക്കെ ഭക്ഷണത്തിന് വേണ്ട മാംസവും പാലും അതുപോലെ തന്നെ കാർഷികോൽപ്പന്നങ്ങളൊക്കെ അവർക്ക് ലഭിക്കാൻ തുടങ്ങി. മൂന്നാമതായി അവർ സ്ഥിരവാസം ആരംഭിച്ചു. സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കാൻ ആരംഭിച്ചു. പണ്ടെങ്ങനെയായിരുന്നു അവർ ജീവിച്ചിരുന്നത്? അലഞ്ഞു തിരിയുന്ന നാടോടികളായിരുന്നു. നവീന ശിലായുഗമായപ്പോൾ എന്താവാൻ തുടങ്ങി? സ്ഥിരമായി ഒരു സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങി. മാത്രമല്ല അവിടെയൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? അവിടെ കാർഷിക ഗ്രാമങ്ങളൊക്കെ ആരംഭിക്കും. അവിടെ വളർന്നു വന്നു. അവർ താമസിക്കുന്ന സ്ഥലങ്ങൾ എന്തായി മാറി? ഗ്രാമങ്ങളായി മാറി. കൃഷി വർദ്ധിച്ചൊക്കെ ചെയ്തു. അതുപോലെ കളിമൺ പാത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. അതുപോലെ കളിമൺ കൊണ്ട് ഇഷ്ടികകളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി. അപ്പോൾ കളിമൺ പാത്രങ്ങൾ നിർമ്മിച്ചു. കളിമൺ കൊണ്ട് ഇഷ്ടിക നിർമ്മിച്ചാൽ എന്തുണ്ടാക്കാൻ പറ്റും? ഇഷ്ടിക കൊണ്ട് വീടുകൾ ഉണ്ടാക്കുക. ആ ഇഷ്ടിക ഉപയോഗിച്ചുള്ള വീടുകൾ ധാന്യങ്ങളൊക്കെ സംഭരിച്ചൊക്കെ വെക്കാം. അങ്ങനെ ഈ ഇഷ്ടിക കൊണ്ടുള്ള ബിൽഡിങ്ങുകൾ ഉപയോഗിച്ചുകൊണ്ട് ധാന്യ സംഭരണമൊക്കെ അവർക്ക് സുഗമമായി നടത്താൻ പറ്റി. പിന്നെ കാർഷിക രംഗത്ത് എന്തുണ്ടായി? മിച്ചോൽപാദനം. അവർക്ക് കഴിക്കാൻ വേണ്ടതിലധികവും കാർഷികോൽപ്പന്നങ്ങളൊക്കെ അവർ ഉണ്ടാക്കാൻ തുടങ്ങി.
അതുപോലെ കളിമൺ പാത്ര നിർമ്മാണം ആരംഭിച്ചു, നെയ്ത്ത് ആരംഭിച്ചു. അങ്ങനെ കൃഷിയല്ലാത്ത മറ്റു തൊഴിലുകളും, കളിമൺ പാത്ര നിർമ്മാണം പോലെ നെയ്ത്ത് പോലെ കൃഷിയല്ലാത്ത മറ്റു തൊഴിലുകളും ആളുകൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തൊഴിലുകൾ വികസിച്ചു. അതുപോലെ സമൂഹത്തിൽ വളരെ ഒരുപാട് തൊഴിലുകളൊക്കെ വികസിച്ച് വന്നു. കൃഷിയല്ലാത്ത പല തൊഴിലുകളും വികസിച്ച് വന്നു. അങ്ങനെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ ഇത് കാരണമായി. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ മാറ്റങ്ങളെ മൊത്തം വിളിക്കുന്നത് നവീന ശിലായുഗ വിപ്ലവം എന്ന പേരിലാണ്. അങ്ങനെ വിളിച്ച ആളാണ് ഗോർഡൻ ചൈൽഡ് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു, മാൻ മേക്സ് ഹിംസെൽഫ് എന്നുള്ളത്. നവീന ശിലായുഗത്തിൽ നല്ല ആയുധങ്ങളും കൃഷിയും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിന് കാരണമായി? സമൂഹത്തിൽ മൊത്തത്തിൽ പുതിയ തൊഴിലുകൾ വരാനും മൊത്തത്തിൽ മാറ്റങ്ങൾ സംഭവിക്കാനൊക്കെ കാരണമായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട നവീന ശിലായുഗ കേന്ദ്രങ്ങൾ, അന്നത്തെ മനുഷ്യർ താമസിച്ചതായി നമ്മളിന്ന് കണ്ടെത്തിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമതായി ജെറീക്കോ, ഇത് ഇസ്രായേലിലാണ്. മറ്റൊന്ന് ജാമോ, ഇത് ഇറാഖിലാണ്. മറ്റൊന്ന് അലികോഷ്, ഇത് ഇറാനിലാണ്. മറ്റൊന്ന് മെഹർഗട്ട്, ഇത് ഇന്നത്തെ പാകിസ്ഥാനിലാണ്. ഇനി ഇറാഖിലെ ജാർമോയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഇറാഖിലെ ജാർമോയിൽ ഗവേഷണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു റോബർട്ട് ജെ ബ്രെയ്ഡ്വുഡ് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം അവിടെ നിന്ന് കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളാണ്. അവിടെ ആളുകൾ എന്ത് ചെയ്തിരുന്നു? ബാർലി കൃഷി ചെയ്തിരുന്നു. അതുപോലെ 2 തരം ഗോതമ്പ് കൃഷി ചെയ്തിരുന്നു. ആടിനെയും മറ്റു പല മൃഗങ്ങളെയും അവർ ഇണക്കി വളർത്തിയിരുന്നു. അവരുടെ വീടുകൾ എങ്ങനെയായിരുന്നു? ചെറിയ കുടിലുകളായിരുന്നു. അതുപോലെ അവർ കളിമണ്ണ് കൊണ്ട് ഒരുപാട് രൂപങ്ങളും ശില്പങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച പ്രധാനപ്പെട്ട ഒരു ശില്പമായിരുന്നു ഗർഭിണിയായ സ്ത്രീയുടെ ശില്പം. ഇതാണ് ഇറാഖിലെ ജാർമോ കുന്നുകളെ കുറിച്ച് പറയുന്നത്. ഇനി പാകിസ്ഥാനിലെ മെഹർഗഡ് എന്ന് പറയുന്ന ഒരു നവീന ശിലായുഗ കേന്ദ്രമുണ്ട്. ഇത് ഇന്നത്തെ പാകിസ്ഥാനിലാണ്. പണ്ടത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇത് പണ്ടത്തെ ഇന്ത്യയിലുമായിരുന്നു. ഈ മെഹർഗഡ് എന്ന് പറയുന്ന പ്രദേശത്തെ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ എന്ന് വിളിക്കാറുണ്ട്. പ്രാചീന ഇന്ത്യയിൽ കൃഷിയും മൃഗങ്ങളെ ഇണക്കി വളർത്തലൊക്കെ ആദ്യമായി ആരംഭിച്ചത് മെഹർഗഡിലായിരുന്നു. ഇത് ഇന്നത്തെ പാകിസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശിലായുഗത്തെക്കുറിച്ച് മൊത്തം പറഞ്ഞു കഴിഞ്ഞു. ശിലായുഗം 3 ഉണ്ടായിരുന്നു: പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം. അത് കഴിഞ്ഞു. ഇനി ലോഹയുഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ലോഹയുഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ശിലയ്ക്കു പകരം, കല്ലിന് പകരം ലോഹങ്ങൾ ഉപയോഗിച്ച കാലമാണ് ലോഹയുഗം എന്ന് വിളിക്കുന്നത്. മനുഷ്യർ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതായിരുന്നു? ചെമ്പായിരുന്നു മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം. പിന്നെ ഈ ലോഹയുഗത്തിലാണ് മനുഷ്യൻ്റെ സാങ്കേതിക വിദ്യയിൽ ഒരുപാട് പുരോഗതികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. പ്രകൃതിദത്തമായ ചെമ്പിനെ, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ഈ ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളൊക്കെ ആക്കി മാറ്റേണ്ടതുണ്ട്. അങ്ങനെ ഈ ചെമ്പിനെ ആയുധങ്ങളും ഉപകരണങ്ങളും ഒക്കെ മാറ്റുന്ന സാങ്കേതിക വിദ്യ ഈ ലോഹയുഗത്തിൽ മനുഷ്യർ നേടിയെടുത്തു. ഇങ്ങനെ ചെമ്പിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയ പ്രധാനപ്പെട്ട സ്ഥലങ്ങളാണ് പിന്നെ തുർക്കിയിലെ ചാദൽ ഹൊയുക്ക്, വടക്കൻ സിറിയയിലെ ചയോനു, ഇറാനിലെ അലികോഷ്. ഇവിടെയൊക്കെ ചെമ്പിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ലോഹയുഗത്തിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇനി മറ്റൊരു ചോദ്യം, ഈ ശിലാ ഉപകരണങ്ങളെക്കാൾ അഥവാ കല്ലിൻ്റെ ഉപകരണങ്ങളെക്കാൾ ചെമ്പ് ഉപകരണങ്ങൾക്ക് എന്താണ് മേന്മകളുള്ളത്? ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ ആകൃതിയിലും രൂപത്തിലും ഒക്കെ ചെമ്പ് മാറ്റാൻ പറ്റും. കല്ലങ്ങനെ മാറ്റാൻ പറ്റുമോ? പറ്റൂല. അപ്പോൾ ചെമ്പ് പല രീതിയിലും രൂപത്തിലൊക്കെ മാറ്റാൻ പറ്റും. 2, കൂടുതൽ കാലം ചെമ്പ് നിലനിൽക്കും. കല്ല് പോലെയല്ല, കല്ല് പെട്ടെന്ന് പൊട്ടിപ്പോകും. ചെമ്പ് കുറേ കാലം നിലനിൽക്കും. അതുപോലെ കൂടുതൽ ബലം ചെമ്പിനുണ്ട്. കല്ലിനെ അപേക്ഷിച്ച് കൂടുതൽ ബലം ചെമ്പിനുണ്ട്. മാത്രമല്ല ചെമ്പ് എന്ത് ചെയ്യുക? പുനരുപയോഗം നടത്താം, വീണ്ടും ഉപയോഗിക്കുക. ഒരു ചെമ്പിൻ്റെ ആയുധം കേട് വന്നു കഴിഞ്ഞാൽ അത് വീണ്ടും ഉരുക്കി ആ ചെമ്പ് രൂപമാറ്റം വരുത്തി വേറൊരു ആയുധമാക്കി മാറ്റാം. പക്ഷേ കല്ല് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ കല്ല് വേറൊന്നും ആക്കി മാറ്റാൻ പറ്റില്ല. അതുപോലെ ഈ ചെമ്പിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? വലിയ കുഴികളും കിണറുകളും തുരങ്കങ്ങളും ഒക്കെ അവർക്ക് നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ചെമ്പ് ഉപകരണങ്ങൾക്ക് കല്ല് ഉപകരണങ്ങളെക്കാൾ, ശിലാ ഉപകരണങ്ങളെക്കാളുള്ള ഗുണങ്ങൾ. ഇനി വേറൊരു ചെറിയ പോയിന്റ് കൂടിയുണ്ട്, താമ്രശിലായുഗം. എന്താണ് താമ്രശിലായുഗം? ചെമ്പ് കൊണ്ടും ശില കൊണ്ടും, ചെമ്പ് ഉപയോഗിച്ചിരുന്നു, ശില അഥവാ കല്ല് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ചെമ്പ് കൊണ്ടും ശില കൊണ്ടുമുള്ള ഉപകരണങ്ങൾ ഒരേ സമയം ഉപയോഗിച്ചിരുന്ന ഒരു കാലഘട്ടമാണ് താമ്രശിലായുഗം എന്ന് പറയുന്നത്. താമ്രശിലായുഗം ഇത് രാജസ്ഥാനിൽ, നമ്മുടെ ഇന്ത്യയിലെ രാജസ്ഥാനിൽ കാണാൻ പറ്റും, മധ്യപ്രദേശിൽ കാണാൻ പറ്റും, മഹാരാഷ്ട്രയിലൊക്കെ കാണാൻ പറ്റും. അങ്ങനെ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ലഭിച്ച കുറച്ച് ഉപകരണങ്ങളാണ് ചിത്രത്തിൽ കാണുന്നത്. മഹാരാഷ്ട്രയിലെ ദൈമാബാദിൽ നിന്ന് ലഭിച്ച ശവസംസ്കാരത്തിന് ഉപയോഗിക്കുന്ന കുടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ മഹാരാഷ്ട്രയിലെ നെയ്വാസ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ലഭിച്ച കളിമണ്ണിലൊക്കെ തീർത്ത, കല്ലിലൊക്കെ തീർത്ത
ചില ശില്പങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ താമ്രശിലായുഗം എന്ന് പറഞ്ഞാൽ ഒരേ സമയം ശിലയും ഉപയോഗിച്ചിരുന്നു, അതുപോലെ ചെമ്പും ഉപയോഗിച്ചിരുന്നതാണ് താമ്രശിലായുഗ കാലഘട്ടം. ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പഠിക്കാം. ഇനി പ്രധാനപ്പെട്ട ഒരു ഹെഡിങ് ആണ് ലോഹയുഗം. ഞാൻ പറഞ്ഞിരുന്നു അതിൽപ്പെട്ട ഒന്നാണ് വെങ്കലയുഗം, ബ്രോൺസ് ഏജ്. വെങ്കലയുഗത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. മനുഷ്യൻ നാഗരിക ജീവിതത്തിന് ആരംഭം കുറിച്ചത് വെങ്കലയുഗ കാലഘട്ടത്തിലാണ്. ലോഹയുഗം പ്രധാനമായി രണ്ടെണ്ണമാണ് നമ്മൾ പറഞ്ഞിരുന്നു. ഒന്ന് വെങ്കലയുഗം, മറ്റൊന്ന് ഇരുമ്പ് യുഗം. അപ്പോൾ വെങ്കലയുഗവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത്. വെങ്കലയുഗത്തിൽ എന്ത് ചെയ്തു? നാഗരിക ജീവിതത്തിന് ആരംഭം കുറിച്ചു. അപ്പോൾ നമുക്ക് അറിയണം എന്താണ് ഇപ്പോൾ നാഗരിക ജീവിതം, അല്ലെങ്കിൽ എന്താണ് നാഗരികത. അപ്പോൾ നാഗരികത എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നതും അവിടെയുള്ള പകുതിയിലേറെ പേരും കൃഷിയല്ലാത്ത പ്രവർത്തനങ്ങളായ കരകൗശല പ്രവർത്തനങ്ങൾ, കൈത്തൊഴിലുകൾ, കച്ചവടം എന്നിവയൊക്കെ ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്നതുമായ സ്ഥിതിവിശേഷമാണ് നാഗരികത. ഇനി എന്തൊക്കെയാണ് നാഗരിക ജീവിതത്തിൻ്റെ മറ്റു സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. വിശാലമായ വീഥികൾ, വിശാലമായ വഴികൾ നഗരത്തിൽ കാണാൻ പറ്റും. അതുപോലെ പൊതു കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ അവിടുത്തെ ആളുകൾക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ, നല്ല സൗകര്യങ്ങളുള്ള ജീവിതമാണ് അവിടുത്തെ ആളുകൾ നയിക്കുക. മറ്റൊന്ന്, ജീവിതം എന്ന് പറയുന്നത് തിരക്കേറിയ ജീവിതമായിരിക്കും. നഗരത്തിലെ ജീവിതം കുറച്ച് തിരക്കേറിയ ജീവിതമായിരിക്കും. അതുപോലെ ഒരുപാട് വിനോദങ്ങൾ അവർക്കുണ്ടാവും. നാഗരികത അല്ലെങ്കിൽ നഗരങ്ങളിൽ ആളുകൾക്ക് ഒരുപാട് വിനോദങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് വെങ്കലയുഗത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വെങ്കലയുഗത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഒരുപാട് സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആളുകൾ വ്യത്യസ്ത കാലങ്ങൾ ജീവിച്ചിട്ടുണ്ട് വെങ്കലയുഗ കാലഘട്ടത്തിൽ. അങ്ങനെ പ്രധാനപ്പെട്ട വെങ്കലയുഗ സംസ്കാരങ്ങളാണ്. ഒന്ന്, ഹരപ്പൻ സംസ്കാരം. ഇതിന് സിന്ധു നദീതട സംസ്കാരം എന്നും വിളിക്കാറുണ്ട്. സിന്ധു നദിക്കരയിൽ വളർന്നു വന്നതുകൊണ്ടാണ് സിന്ധു നദീതട സംസ്കാരം എന്ന് വിളിക്കുന്നത്. മറ്റൊരു സംസ്കാരമാണ് മെസപ്പൊട്ടേമിയൻ സംസ്കാരം. മറ്റൊന്നാണ് ഈജിപ്ഷ്യൻ സംസ്കാരം. മറ്റൊന്നാണ് ചൈനീസ് സംസ്കാരം. ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലാണ് ഈ സംസ്കാരം ആളുകളൊക്കെ നാഗരികതയൊക്കെ ജീവിച്ച് വന്നത്. ഇനി ഇതിലൊന്നാമത്തതാണ് ഹരപ്പൻ സംസ്കാരം എന്ന്. ഇപ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സിന്ധു നദീതട സംസ്കാരം എന്താണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഹരപ്പൻ സംസ്കാരം ഇത് ഉണ്ടായതെന്നാണ് വെങ്കലയുഗ കാലഘട്ടത്തിലാണ് ഇത് വികസിച്ചത്. എവിടെയാണ് ഹരപ്പൻ സംസ്കാരം ഉണ്ടായത്? ഇന്ത്യയിലാണ് ഹരപ്പൻ സംസ്കാരം വികസിച്ചത്. ഏതെല്ലാം സ്ഥലങ്ങളായിരുന്നു ഈ ഹരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്? ഹരപ്പ, മോഹൻജദാരോ, ലോഥൽ തുടങ്ങിയ നഗരങ്ങളൊക്കെ ഈ വെങ്കലയുഗ സംസ്കാരമായ ഈ ഹരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ ഹരപ്പൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട നഗരങ്ങളായിരുന്നു ഈ ഹരപ്പ, മോഹൻജദാരോ, ലോഥൽ തുടങ്ങിയ നഗരങ്ങളൊക്കെ. ഇവിടെ കാണുന്ന മറ്റു ഒരുപാട് സവിശേഷതകളുണ്ട്. എന്തൊക്കെയാണ്? ആസൂത്രിതമായ നിർമ്മിച്ച പൊതു കെട്ടിടങ്ങൾ, നല്ല പ്ലാനിങ്ങോടുകൂടി നിർമ്മിച്ച വലിയ കെട്ടിടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വലിയ കുളങ്ങൾ, ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്ന വലിയ കുളം അവിടെ കാണാൻ പറ്റും. അതുപോലെ നല്ല സിസ്റ്റമാറ്റിക്കായി നല്ല രീതിയിലുള്ള അഴുക്കുചാലുകൾ അവിടെ കാണാൻ പറ്റും. അതുപോലെ നല്ല നല്ല വീടുകൾ കാണാൻ പറ്റും. അതുപോലെ തെരുവീഥികൾ, തെരുവിലെ വഴികളൊക്കെ നല്ല രീതിയിൽ ഓരോ വീടിൻ്റെയും മുൻഭാഗം റോഡിലേക്ക് ഇങ്ങനെ ഫേസ് ചെയ്തുകൊണ്ടുള്ള നല്ല രീതിയിലുള്ള തെരുവീഥികളൊക്കെ അവിടെ കാണാൻ പറ്റും. അതുപോലെ ധാന്യങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടിയുള്ള ധാന്യപ്പുരകളൊക്കെ അവിടെ കാണാൻ പറ്റും. എവിടെ? ഹരപ്പൻ സംസ്കാരത്തിന് കീഴിൽ ഇന്ത്യയിൽ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിനെ എന്ത് വിളിക്കാം? ഇന്ത്യ ചരിത്രത്തിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് ഇതിനെ വിളിക്കാറുണ്ട്. ഹരപ്പൻ സംസ്കാരത്തിന് ഇങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഉള്ളത് കൊണ്ട് തന്നെ ഈ ഹരപ്പൻ സവിശേഷത പറഞ്ഞാൽ ഏതാണ്? ഞാൻ ഈ ബോക്സിൽ കൊടുത്തിട്ടില്ലേ, അതാണ് സവിശേഷത. ഈ അഴുക്കുചാല്, വീടുകൾ, ധാന്യപ്പുരകൾ, തെരുവീഥികൾ, വലിയ കുളം, കെട്ടിടങ്ങൾ, ഇതൊക്കെ സവിശേഷതകളാണ്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യത്തിലും നല്ല പുരോഗതി ഉള്ളത് കൊണ്ടാണ് ഹരപ്പൻ സംസ്കാരത്തെ ഇന്ത്യ ചരിത്രത്തിലെ ഒന്നാം നഗരവൽക്കരണം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഹരപ്പൻ സംസ്കാരത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിൽ വളർന്നു വന്ന ഒരു കാലഘട്ടമാണ് വേദകാലം എന്ന് പറയുന്നത്, വേദിക് ഏജ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കാലഘട്ടം BCE 1500-നും 600-നും ഇടയിലാണ് ഇതിൻ്റെ കാലഘട്ടം. അഥവാ വേദകാലം എന്ന് വിളിക്കുന്നത് 1500-നും 600-നും ഇടയിലുള്ള കാലത്തെയാണ്. ഇത് എവിടെയാണ് ഈ വേദകാലത്ത് ആളുകൾ താമസിച്ചിരുന്നത്? എവിടെയായിരുന്നു? അവരുടെ പ്രദേശം ഏതായിരുന്നു? സപ്തസിന്ധു പ്രദേശത്താണ് അവർ താമസിച്ചിരുന്നത്. സപ്തസിന്ധു പ്രദേശത്തെ ആര്യന്മാരുമായി ബന്ധപ്പെട്ടതാണ് ഈ വേദകാലം എന്ന് പറയുന്നത്. സപ്തസിന്ധു പ്രദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? പിന്നെ സിന്ധു നദിയും അതിൻ്റെ പോഷക നദികളും അതുമായി ബന്ധപ്പെട്ട മറ്റു പോഷക നദികളും ചേർന്ന പ്രദേശത്തെയാണ് സപ്തസിന്ധു പ്രദേശം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ പ്രദേശത്താണ് വേദകാലത്ത് ആര്യന്മാർ താമസിച്ചിരുന്നത്.
അപ്പോൾ ഈ ആര്യന്മാരുടെ പ്രത്യേകത അവർ സംസാരിക്കുന്ന ഭാഷ ഏതായിരുന്നു? ഇൻഡോ യൂറോപ്യൻ ഭാഷകളാണ് അവർ സംസാരിച്ചിരുന്നത്. സംസ്കൃതം, ലാറ്റിൻ, ഗ്രീക്ക്, ജർമ്മൻ, റഷ്യ അങ്ങനെയുള്ള പിന്നെ സ്പാനിഷ്, ഫ്രഞ്ച് ഇതൊക്കെ പിന്നെ ഇൻഡോ യൂറോപ്യൻ ഭാഷകളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭാഷകളാണ് ആര്യന്മാർ സംസാരിച്ചിരുന്നത്. അപ്പോൾ ഈ ഭാഷയുടെ അടിസ്ഥാനത്തിലൊക്കെ നോക്കുമ്പോൾ ഈ ആര്യന്മാരുടെ ജന്മദേശം നമുക്ക് എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മധ്യേഷ്യയാണ് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി ഈ വേദകാലത്തെക്കുറിച്ചൊക്കെ നമുക്ക് അറിവ് ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? വേദങ്ങളിൽ നിന്നാണ്. വേദങ്ങളിൽ നിന്നാണ് വേദകാലത്തെക്കുറിച്ച് അറിവ് ലഭിക്കുന്നത്. അപ്പോൾ പ്രധാനമായും 4 വേദങ്ങളുണ്ട് നമുക്കറിയാം അല്ലേ? ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവവേദം. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ വേദകാലത്തെ തന്നെ നമുക്ക് എന്തായി തിരിക്കാം? 2ആയി തിരിക്കാം. വേദകാലഘട്ടത്തെ 2ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ആദ്യകാല വേദകാലവും മറ്റൊന്ന് പിൽക്കാല വേദകാലവും. ആദ്യകാല വേദകാലം എന്ന് പറയുന്നത് ഋഗ്വേദം എന്ന് പറയുന്ന വേദം രചിച്ച കാലഘട്ടമാണ് ആദ്യകാല വേദകാലം. എന്നാൽ പിൽക്കാല വേദകാലം എന്ന് പറയുന്നത് മറ്റു വേദങ്ങളായ യജുർവേദം, സാമവേദം, അഥർവവേദം ഇതൊക്കെ രചിച്ച കാലഘട്ടമാണ് പിൽക്കാല വേദകാലം. ഈ വേദം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ അറിയോ? അറിവ് എന്നാണ് വേദം എന്ന വാക്കിൻ്റെ അർത്ഥം. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ആദ്യകാല വേദകാലമുണ്ട്, പിൽക്കാല വേദകാലമുണ്ട്. ഈ ഓരോ വേദകാലത്തെയും സവിശേഷതകൾ, പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ജനജീവിതം എങ്ങനെയാണ്, നമുക്കൊന്ന് താരതമ്യം ചെയ്യാം. ഒന്നാമതായി ആദ്യകാല വേദകാലത്ത് അവരുടെ പ്രദേശം ഏതായിരുന്നു? സപ്ത സിന്ധു പ്രദേശമായിരുന്നു. എന്നാൽ പിൽക്കാല വേദകാലത്തെ പ്രദേശം എവിടേക്ക് വ്യാപിച്ചു? ഗംഗാ നദിയുടെ സമതലത്തിലേക്ക് അവരുടെ ആളുകളൊക്കെ താമസം അങ്ങോട്ട് ആക്കി വ്യാപിപ്പിച്ചു. മറ്റൊന്ന് ആദ്യകാല വേദകാലഘട്ടത്തിൽ ഇടയ സമ്പദ് വ്യവസ്ഥയായിരുന്നു. അവർ ഇടയന്മാരായിരുന്നു. കാലികളെ മേക്കലായിരുന്നു പ്രധാനപ്പെട്ട തൊഴിൽ. എന്നാൽ പിൽക്കാല വേദകാലത്തിൽ എന്തായി? കൃഷിക്ക് കുറച്ചുകൂടി പ്രാധാന്യം കിട്ടാൻ തുടങ്ങി. കൃഷി ചെയ്യാൻ തുടങ്ങി. ഇടയ ജീവിതം ഉണ്ട്, അതോടൊപ്പം തന്നെ കൃഷിയും വ്യാപിക്കാൻ തുടങ്ങി. ആദ്യകാല വേദകാലഘട്ടത്തിൽ അവർ ആരായിരുന്നു? അർദ്ധനാടോടികളായിരുന്നു. കുറച്ച് നാടോടികളുമല്ല, എന്നാൽ സ്ഥിര താമസവുമല്ല. ചില സ്ഥലങ്ങളിൽ കുറച്ചധികം സമയം ദിവസങ്ങൾ താമസിക്കും, പിന്നെ അവിടുന്ന് മാറി താമസിക്കും. അങ്ങനെയുള്ള അർദ്ധനാടോടികളായിരുന്നു. എന്നാൽ പിൽക്കാല വേദകാലഘട്ടത്തിൽ എന്തായി മാറി? സ്ഥിരവാസമൊക്കെ അവർ ആരംഭിച്ചു. ആദ്യകാല വേദകാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു? സ്ത്രീകൾക്ക് സമൂഹത്തിൽ നല്ല ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്നു. എന്നാൽ പിൽക്കാല വേദകാലഘട്ടമായപ്പോഴേക്ക് സ്ത്രീകളുടെ സാമൂഹിക പദവിക്കൊക്കെ മങ്ങലേറ്റു. സ്ത്രീകളുടെ പദവികളൊക്കെ കുറയാൻ തുടങ്ങി. ആദ്യകാല വേദകാലഘട്ടത്തിൽ അവർ കൃഷി എങ്ങനെയായിരുന്നു? കാട് വെട്ടിത്തെളിച്ച് ആ കാട് തീയിട്ട് അവിടെ കൃഷി ചെയ്തിരുന്നു ആദ്യകാല വേദകാലഘട്ടത്തിൽ. എന്നാൽ പിൽക്കാല വേദകാലഘട്ടത്തിൽ എന്ത് ചെയ്യാൻ തുടങ്ങി? ഇരുമ്പിൻ്റെ ഉപയോഗമൊക്കെ അവർ ഇരുമ്പൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ ആദ്യകാല വേദകാലഘട്ടത്തിൽ നിരവധി ഗോത്രങ്ങളൊക്കെ ചേർന്നുകൊണ്ട് സമൂഹങ്ങളൊക്കെ രൂപം കൊണ്ടു. സമൂഹത്തിൽ എന്തുണ്ടായിരുന്നു? ഒരുപാട് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ സമൂഹം എന്തായിരുന്നു? ഒരുപാട് ഗോത്രങ്ങൾ ചേർന്നതായിരുന്നു. പിൽക്കാല വേദകാലഘട്ടത്തിന് മറ്റൊരു സവിശേഷതയാണ് എന്ത്? വർണ്ണവ്യവസ്ഥ ശക്തിപ്പെട്ടു എന്നുള്ളത്. എന്താണ് വർണ്ണവ്യവസ്ഥ? പണ്ട് 4 തരം വർണ്ണങ്ങൾ ഉണ്ടായിരുന്നു. ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രർ. ഇതായിരുന്നു ആ 4 വർണ്ണങ്ങൾ. ഇവർക്കൊക്കെ ഓരോ തൊഴിലും ഉണ്ടായിരുന്നു. ബ്രാഹ്മണർക്ക് പിന്നെ അവര് പുരോഹിതന്മാരായിരുന്നു, മതപരമായ കാര്യങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ ക്ഷത്രിയര് ഭരണത്തിൽ പങ്കെടുക്കുന്ന ആളുകളായിരുന്നു. എന്നാൽ വൈശ്യര് കൃഷിക്കാരും, അതുപോലെ ശൂദ്രര് മറ്റുള്ള വിഭാഗങ്ങൾക്കൊക്കെ അടിമപ്പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വർണ്ണവ്യവസ്ഥ, സമൂഹത്തിൽ ആളുകളെ വ്യത്യസ്ത വിഭാഗമാക്കിയുള്ള വർണ്ണവ്യവസ്ഥയൊക്കെ പിൽക്കാല കാലഘട്ടത്തിലാണ് വന്നത്. എന്നാൽ ആദ്യകാല വേദകാലഘട്ടത്തിൽ എന്തുണ്ടായിരുന്നു? ഓരോ യാഗങ്ങൾ അഥവാ പൂജകളൊക്കെ ഉണ്ടായിരുന്നു. യാഗങ്ങളും പൂജകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്തായിരുന്നു? സിമ്പിളായിരുന്നു. ലളിതമായ യാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അത് ആർക്ക് ചെയ്യാൻ പറ്റും? ആ വീട്ടിലെ ആൾക്കാർക്ക് തന്നെ, കുടുംബനാഥനും ചെയ്യാൻ പറ്റുന്നതായിരുന്നു ആദ്യകാല വേദകാലഘട്ടത്തിലെ പൂജകൾ. എന്നാൽ പിന്നീട് പിൽക്കാല വേദകാലമായപ്പോൾ എന്തായി? സിമ്പിളായ യാഗങ്ങളൊക്കെ എന്തായി മാറി? കുറച്ച് പ്രയാസമായി, സങ്കീർണമായി മാറി. നല്ല പണച്ചെലവ് വേണം യാഗങ്ങൾ നടത്താൻ. മാത്രമല്ല യാഗങ്ങൾ ആർക്കേ ചെയ്യാൻ പറ്റുള്ളൂ? ബ്രാഹ്മണർക്ക് മാത്രമേ, അല്ലെങ്കിൽ പ്രത്യേക വിഭാഗത്തിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? യാഗങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ വന്നു. പിന്നെ ആദ്യകാല വേദകാലത്തിലെ മറ്റൊരു സവിശേഷതയാണ് എന്ത്? പ്രകൃതി ശക്തികളെ അവർ ആരാധിച്ചിരുന്നു. പ്രകൃതിയിലുള്ള കാറ്റ്, ഇടി, മിന്നൽ ഇതിനൊക്കെ ആരാധിച്ചിരുന്നു. എന്നാൽ പിൽക്കാല വേദകാലമായപ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഓരോ ആരാധനാ മൂർത്തികളൊക്കെ വരാൻ തുടങ്ങി. ഓരോ ദൈവങ്ങളൊക്കെ വരാൻ തുടങ്ങി. അതുപോലെ പിൽക്കാല വേദകാലഘട്ടത്തിൽ വിവിധ കരകൗശല വിദ്യകളൊക്കെ ആളുകൾ അവരെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് വിവിധ കരകൗശലം, മൺപാത്ര നിർമ്മാണം പോലെ അതുപോലെയുള്ള
പ്രതിമ നിർമ്മാണം, ശില്പനിർമ്മാണം അങ്ങനെയുള്ള കരകൗശല വിദ്യകളൊക്കെ വികസിക്കാൻ തുടങ്ങി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹിസ്റ്ററിയിലെ 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 1ാമത്തെ അധ്യായത്തിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.